മുസ്ലിം ലീഗ് മാത്രം വിജയിക്കുകയും രണ്ടാം സ്ഥാനത്ത് BJP എത്തുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കെ ജി മാരാർ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പഴയ ജനസംഘ നേതാവാണ്. പിന്നീട് BJP രൂപീകരിച്ചപ്പോൾ അദ്ദേഹം BJPയുടെ നേതാവായി മാറി. കുറേ കാലങ്ങളായിട്ട് 1987 തൊട്ടിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാ കാലത്തും അവിടെ കോൺഗ്രസിന് അത്യാവശ്യം മേൽവിലാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് ചീമേനി. അതിനുശേഷം ചീമേനി എന്ന പ്രദേശത്ത് കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകിപ്പോയി. ചീമേനിയിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ധൈര്യമുള്ള ആരും ഇല്ലാതായി പോകുന്ന ചരിത്രം കൂടിയാണ്. ഈ 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായി എന്നുള്ളത് കോൺഗ്രസിനെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്, CPM-നെ കുറച്ചൊക്കെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. ഇതിന്റെ ഒരു ചരിത്രം എടുത്തു വെച്ചാൽ VPP മുസ്തഫ ജയിക്കാനുള്ള സാധ്യത. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, നമ്മൾ മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളാണ്. ഒന്ന് തൃക്കരിപ്പൂരും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരവും. തൃക്കരിപ്പൂർ ഇപ്രാവശ്യം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷത്തെ സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. മഞ്ചേശ്വരത്തിന് മറ്റൊരു പ്രത്യേകത, മഞ്ചേശ്വരത്ത് ഇപ്രാവശ്യം SDP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ K സുരേന്ദ്രൻ 3ാം പ്രാവശ്യവും അംഗത്തിനിറങ്ങുന്നുണ്ട് മഞ്ചേശ്വരത്ത്. ശരിക്കും 4ാം തവണയാണ്. ഓക്കെ. അപ്പോൾ ഈ മഞ്ചേശ്വരവും നമ്മൾ തൃക്കരിപ്പൂരും പരിശോധിക്കുന്ന സമയത്ത് നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ആർക്കാണ് മുൻതൂക്കം? ഇപ്പം മഞ്ചേശ്വരത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാസർഗോഡിൻ്റെ എൻട്രി പോഷൻ മംഗലാപുരത്ത് നിന്ന് നമ്മൾ കാസർഗോഡേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഉള്ള കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം തുടങ്ങുന്നത് മഞ്ചേശ്വരത്ത് വെച്ചാണ്. എല്ലാ ജാഥകൾ ആരംഭിക്കുന്നതും മഞ്ചേശ്വരത്ത്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലില്ലാത്ത മറ്റൊരു പ്രാധാന്യം 3 ഭാഷകൾ സംസാരിക്കുന്ന ജനതയുള്ള സ്ഥലം എന്നുള്ളതാണ്. ഒന്ന് തുളുവാണ്, മറ്റൊന്ന് കന്നഡമാണ്, മറ്റൊന്ന് മലയാളമാണ്. സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡിന്റെ മൊത്തത്തിലുള്ള ഒരു പേരാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പിന്നെ ഈ സ്കൂളുകൾ, ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ കന്നഡ മീഡിയം സ്കൂളുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് മാത്രം വിജയിക്കുകയും രണ്ടാം സ്ഥാനത്ത് BJP എത്തുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ UDF NDA പോരാട്ടം, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് അറിയാം, 1991 അന്നത്തെ BJPയുടെ പ്രഗത്ഭനായ നേതാവ്, 2 തവണ സംസ്ഥാന അധ്യക്ഷനൊക്കെയായ KG മാരാർ ആയിരുന്നു സ്ഥാനാർത്ഥി. അന്ന് ചെർക്കള അബ്ദുള്ളയോട് KG മാരാർ തോറ്റത് ഒരു 1000 വോട്ടിൻ്റെ ഡിഫറൻസിലായിരുന്നു. അന്ന് KG മാരാർ ജയിച്ചു എന്നുള്ള ഘട്ടം വരെ വന്നതാണ്. വലിയ ട്രെൻഡായിരുന്നു അന്ന്. BJP അറിയാം, നമ്മൾ KG മാരാർ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പഴയ ജനസംഘ നേതാവാണ്. പിന്നീട് BJP രൂപീകരിച്ചപ്പോൾ അദ്ദേഹം BJPയുടെ നേതാവായി മാറി. BJPക്ക് അന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലൊന്നും വേര് ഇല്ലെങ്കിൽ പോലും മഞ്ചേശ്വരത്ത് അക്കാലത്ത് നല്ല വേരുണ്ടായിരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും കന്നഡികരായ ആളുകളുടെ ഇടയിൽ വലിയ വേരുകളുണ്ടായിരുന്നു. ജയിച്ചു എന്ന ഒരു ഘട്ടത്തിൽ പോലും ചെറിയൊരു ഡിഫറൻസിൽ അന്ന് 1000 വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വോട്ടാണ്. ചെറിയ വോട്ടിന് അദ്ദേഹം തോൽക്കുന്നൊരവസ്ഥയുണ്ടായി. പിന്നീട് നമ്മൾ കണ്ടത് കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ, അദ്ദേഹവും അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് K സുരേന്ദ്രൻ തോറ്റത് വളരെ വളരെ ചെറിയ വോട്ടിലാണ് നമ്മൾ കാണണം. 89 വോട്ട്. അപ്പോൾ അങ്ങനെ അന്ന് വിമതൻ പിടിച്ച 472 വോട്ട് യഥാർത്ഥത്തിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ സുന്ദര എന്ന് പറഞ്ഞ ഒരു BSPയുടെ പേരിൽ ഒരാൾ എല്ലാ തവണയും തെരഞ്ഞെടുപ്പിൽ വരികയും ഈ ഒരു പേര് ഉള്ള ചില കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്തവണ സുന്ദര ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം സുന്ദരമായിട്ട് സുരേന്ദ്രൻ ജയിച്ചു വരേണ്ടതായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ 2 മണ്ഡലത്തിൽ മത്സരിക്കുകയും ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരണം നടത്തുകയൊക്കെ ചെയ്തത്. സുരേന്ദ്രൻ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മത്സരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ BJP മഞ്ചേശ്വരത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തേനെ. അത്രയേറെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നു. കുറേ കാലങ്ങളായിട്ട് 1987 തൊട്ടിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. CH കുഞ്ഞമ്പു, ഒരു തവണ CH കുഞ്ഞമ്പു, CPM-ലെ CH കുഞ്ഞമ്പു ജയിച്ചതൊഴിച്ചാൽ ഈ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ ഏതാണ്ട് 39 വർഷക്കാലത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ MLA-മാരായിരുന്നത് മുസ്ലിം ലീഗുകാർ മാത്രമായിരുന്നു. 2019 മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ MLA മരിച്ചുപോയും അത് അവിടെ ബൈ ഇലക്ഷൻ വരികയും ഈ ബൈ ഇലക്ഷനിൽ MC കമറുദ്ദീൻ എന്ന് പറഞ്ഞ് അന്നത്തെ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖനായ നേതാവ് ജയിച്ചു വരികയൊക്കെ ചെയ്തു. അന്ന് മാത്രം സുരേന്ദ്രൻ മത്സരിച്ചില്ല. ആ ബൈ ഇലക്ഷനിൽ
മറ്റേ തന്ത്രി ഘട്ടാർ എന്ന് പറഞ്ഞ ഒരു തന്ത്രിയായിരുന്നു അവിടെ, രവീശ തന്ത്രി ഘട്ടാർ അങ്ങനെ പറഞ്ഞിട്ട്, കുണ്ടാർ. ആ സമയത്ത് ഏതാണ്ട് 7,800 സംതിങ് വോട്ട് കമറുദ്ദീന് കിട്ടിയത്. കമറുദ്ദീൻ നല്ല ഭൂരിപക്ഷം ജയിച്ചു. അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുള്ള ലക്ഷ്യമുണ്ടായി. പക്ഷേ കമറുദ്ദീൻ ഫാഷൻ ജ്വല്ലറി തട്ടിപ്പിൽ പെടുകയും ജയിലാവുകയും ചെയ്തുകൊണ്ട് കമറുദ്ദീന് പിന്നീട് മത്സരിക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ആണ് അഷ്റഫ് വരുന്നത്. അഷ്റഫ് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് കഴിച്ചിലായി എന്ന് പറയുന്ന അവിടുത്തെ ഒരു രീതിയിൽ കഴിച്ചിലായി പോയതാണ്. ഇത്തവണ ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് മഞ്ചേശ്വരത്ത് നടക്കുന്ന അവിടെ കാണേണ്ടത്. ഇനി നമ്മൾ തൃക്കരിപ്പൂരിലേക്ക് വന്നാൽ അപ്പോൾ 5 മണ്ഡലങ്ങളാണ് കാസർഗോഡുള്ളത്. ഈ തുടക്കം ആണ് മഞ്ചേശ്വരം. ഈ ജില്ലയുടെ എൻഡിങ് പോർഷൻ, അതായത് പയ്യന്നൂരിനോട് പിന്നെ ഒരു അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. തൃക്കരിപ്പൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് വലിയ ചരിത്രമാണ്. തൃക്കരിപ്പൂർ മണ്ഡലം പഴയ നീലേശ്വരം മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. പിന്നീട് അത് റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ കാഞ്ഞങ്ങാടും കുറച്ച് ഭാഗം ചേർന്ന് നീലേശ്വരം എന്നുള്ള പേര് ഒഴിവാക്കിക്കൊണ്ടാണ് തൃക്കരിപ്പൂർ ഉണ്ടാകുന്നത്. തൃക്കരിപ്പൂരിലാണ് 1957 തെരഞ്ഞെടുപ്പിൽ EMS മത്സരിക്കുകയും EMS മുഖ്യമന്ത്രിയാവുന്നത് ഇവിടുന്ന് ജയിച്ചു വന്നിട്ടായിരുന്നു. അങ്ങനെ 2 മുഖ്യമന്ത്രിമാരുണ്ടായി. പിന്നീട് തൃക്കരിപ്പൂർ എന്നുള്ള പേര് വന്നപ്പോഴാണ് EK നായനാർ മത്സരിക്കുകയും EK നായനാർ മുഖ്യമന്ത്രിയാവുന്നത് ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു. പിന്നീട് EK നായനാർ പ്രതിപക്ഷ നേതാവായതും ഇതേ തൃക്കരിപ്പൂരിൽ തന്നെ. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ 1991 തന്നെയാണ് ഈ ഇലക്ഷൻ്റെ ദിവസം രാത്രിയിൽ വൈകുന്നേരം ഇലക്ഷൻ കഴിഞ്ഞിട്ട് സ്കൂട്ടിനി നടക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ ചീമേനിയിലുള്ള CPM ഓഫീസ് ആക്രമിക്കുകയും അതിന് ഓഫീസിന് തീയിടുകയൊക്കെ ചെയ്തിട്ട് വലിയ കലാപമാണ്. ചീമേനി കലാപം എന്ന് പറഞ്ഞാൽ അന്ന് എക്കാലത്തും അവിടെയുള്ള CPM കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുള്ള CPM എല്ലാ കാലത്തും ഭയത്തോടു കൂടി മാത്രം ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ് ചീമേനി കൂട്ടക്കൊല എന്ന് പറയുന്നത്. അന്ന് ഒരു കോൺഗ്രസ്സുകാരൻ 5 CPM-കാരനും കൊല്ലപ്പെട്ടു ഈ കലാപത്തിൽ. അത് എല്ലാ കാലത്തും അവിടെ കോൺഗ്രസിൽ അത്യാവശ്യം മേൽവിലാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് ചീമേനി. അതിനുശേഷം ചീമേനി എന്ന പ്രദേശത്ത് കോൺഗ്രസിന്റെ അടിത്തറ ഇളകിപ്പോയി. ചീമേനിയിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ധൈര്യമുള്ള ആരും ഇല്ലാതായി പോകുന്നൊരു ചരിത്രം കൂടിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം ഞാൻ ഓർത്തുന്നില്ല ഈ കാലത്ത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാലോ, കയ്യൂർ ചീമേനി എന്ന് പറയുന്ന കയ്യൂരിന്റെ ഒരു പാരമ്പര്യം, കയ്യൂരും കൂടി ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രത്തിൽ എക്കാലത്തും വല്ലാത്ത നൊമ്പരപ്പെടുത്തുന്ന ചില ഓർമ്മകളുള്ള സ്ഥലം കൂടിയാണല്ലോ കയ്യൂർ എന്ന് പറയുന്നത്. ഒരു ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കയ്യൂർ. അപ്പോൾ കയ്യൂരും ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണിത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എല്ലാ പ്രഗത്ഭന്മാരെല്ലാം ജയിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് 10,800 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2 വർഷം മുന്നേ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഈ 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായി എന്നുള്ളത് കോൺഗ്രസിനെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്, CPM-നെ കുറച്ചൊക്കെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. പിന്നെ തൃക്കരിപ്പൂരും അതുപോലെ തന്നെ പടന്ന എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വലിയ തോതിൽ UDF-നുള്ള മേൽക്കൈയും CPM-നെയും അത്യാവശ്യം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴാണ് എന്തിനാണ് എല്ലാ കാലത്തും UDF-ന്റെ സ്ഥാനാർത്ഥികൾ പുറത്തുനിന്ന് മത്സരിക്കുന്നുള്ള വലിയ ചർച്ചയുണ്ടായ സ്ഥലം കൂടിയാണ്. അവസാന ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ചത്. പുറത്തുനിന്ന് ആൾ വേണ്ടാന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓർമ്മയുണ്ട്, മാണിസാറിന്റെ മരുമകനായിരുന്നു MP ജോസഫ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയി മത്സരിച്ചത്. അങ്ങനെ എപ്പോഴും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളായിരുന്നു അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ അത് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം സന്ദീപ് വാര്യരെ എന്തായാലും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകി അദ്ദേഹത്തെ BJP നിന്ന് ചാടിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ ഈ ഇതിൽ പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. സുരേന്ദ്രന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയാണ് സന്ദീപ് വാര്യരാണ്. ഇപ്പുറം മത്സരിക്കുന്നുള്ള ഒരു പ്രത്യേകത, ഒരേ ജില്ലയിൽ തന്നെ ഇവർ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ BJP-ക്ക് വലിയ മേൽക്കൈയുള്ളൊരു സ്ഥലമല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ LDF UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം എടുത്തു വെച്ചാൽ VPP മുസ്തഫ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം VPP മുസ്തഫയുടെ ജന്മസ്ഥലമാണത്, തൃക്കരിപ്പൂരുകാരനാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെ ആയിരുന്നു. അവിടുത്തെ വളരെ അറിയപ്പെടുന്ന ഒരു CPM-ന്റെ നേതാവാണ് അദ്ദേഹം. വളരെ സജീവമായി ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചാനൽ ചർച്ചകരായതുകൊണ്ടും ഇവരെ രണ്ടുപേരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും സന്ദീപ് വാര്യർക്ക് ഈ മുക്കും മൂലയും ഒന്നും അറിയില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടിക്ക് കാരണമായേക്കാം. ശരിക്ക് ഈ സന്ദീപ് വാര്യർ സീറ്റ് ആഗ്രഹിച്ചത് ഒന്നെങ്കിൽ തൃശ്ശൂർ, തവനൂർ അല്ലെങ്കിൽ പാലക്കാട്, ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും
അക്കോമഡേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഏതെങ്കിലും അത് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അവിടുന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടത്. പുള്ളി പറഞ്ഞത് എനിക്ക് വലിയ അപരിചിതത്വമൊന്നും ഇല്ല, കാരണം ഞാൻ എൻ്റെ അച്ഛൻ തൃക്കരിപ്പൂരിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടെ പരിചിതമാണ് പറയുന്നുണ്ടെങ്കിൽ പോലും ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യാത്ത സ്ഥലങ്ങളൊന്നും നമ്മൾ ആരുമില്ല. അതെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പരിചയമുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ അവിടെ ഒരു വലിയ മത്സരം പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ. പക്ഷേ സന്ദീപുകാരുടെ വരവോടുകൂടി ആൾബലം വെച്ച് നോക്കുമ്പോൾ വലിയ മത്സരമാണ് നടക്കുന്നത്. എങ്കിൽ പോലും ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെ കോൺഗ്രസിന് ഇത് ഗുണകരമാകുമെന്ന് അറിയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ടൊക്കെ എടുത്തു വെച്ച് നോക്കി ഇതേ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കോൺഗ്രസിന് ജയിക്കേണ്ടതാണ്. മറ്റേ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തമ്മിൽ ഒരുപാട് തദ്ദേശ തെരഞ്ഞെടുപ്പും വ്യത്യാസമാണ്. 4 മാസം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പ് അതിൽ LDF-നാണ് ലീഡുള്ളത്. അതെ അതെ, പല LDF-നാണ് തൃക്കരിപ്പൂരിൽ ലീഡുള്ളത്. അതെ ഉള്ളത്. ഇത് കൂടാണ്ട് വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഈ നമ്മുടെ ഈ മഞ്ചേശ്വരം മണ്ഡലം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മഞ്ചേശ്വരത്ത് ഇപ്രാവശ്യം SDPI സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. ഈ SDPI വോട്ടുകൾ എന്നും കിട്ടിക്കൊണ്ടിരുന്നത് UDF-നാണ് ഉള്ള ഒരു വാസ്തവമാണത്. അപ്പോൾ ഇപ്രാവശ്യം അവർ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് അത് ഏത് തരത്തിലായിരിക്കും UDF-നെ ബാധിക്കുക? അല്ല, ഞാനത് ഒരു കാര്യം പറയാം. അവിടെ എല്ലാ കാലത്തും UDF-നെ സഹായിക്കുന്ന ഒരു രീതി എല്ലാവരും സ്വീകരിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ 91-ൽ KG മാറാർ ജയിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് അവർക്ക് അവിടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുന്നത്. ഈ അന്ന് CPM യഥാർത്ഥത്തിൽ അന്ന് ലീഗിനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ലീഗ് അന്ന് തോറ്റുപോകും. അന്ന് BJP ഒരിക്കലും ജയിക്കരുത് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനം എടുത്തതിന്റെ പേരിലാണ് മഞ്ചേശ്വരത്ത് അന്ന് മാരാർ തോൽക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നീട് കാലങ്ങളായിട്ട് CPM അവിടെ അങ്ങനെ ഒരു വിജയം ഒരു കാരണവശാലും സംഘപരിവാർ ശക്തികൾക്ക് അത്തരത്തിൽ വിജയിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പലപ്പോഴും അവിടെ ഈ BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാത്തത്. അതുകൊണ്ട് തന്നെ SDPI സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അവിടെ SDPI സ്ഥാനാർത്ഥിയുടെ പ്രചരണം കാരണം, അല്ലെങ്കിൽ അവർ വോട്ട് പിടിച്ചെടുത്താൽ സ്വാഭാവികമായിട്ട് അവിടെ ഗുണമുണ്ടാവുന്ന ആർക്കാണ്? BJP-ക്കാണ്. അവിടെ CPM സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഒടുവിൽ ഈ SDPI-ക്കാർ ഈ അഷ്റഫിന് തന്നെ വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അവിടെ ഉള്ള ഒരു നറേഷൻ. ശരിക്കും അവിടെ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചെങ്കിൽ ഉറപ്പായും ഇത്തവണ K. സുരേന്ദ്രൻ നിയമസഭാ അംഗമാവും.